അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നരേന്ദ്രമോദി ഭയക്കുന്നതായി രാഹുൽ ഗാന്ധി. റഷ്യയിൽ നിന്നും ഇന്ത്യ ഓയിൽ വാങ്ങിക്കില്ലെന്ന് തീരുമാനിക്കാനും പ്രഖ്യാപിക്കാനും ട്രംപിന് അനുവാദം നൽകി. അവഗണന നിരന്തരം നേരിട്ടിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിനന്ദനം നേരിടുകയാണെന്നും രാഹുൽ വിമർശിച്ചു. നോബൽ ബാരിക്കാരനുണ്ട്. നോബൽ ബാരിക്കാരൻ ട്രംപേ പറഞ്ഞിട്ടുള്ളൂ, മോദി പറഞ്ഞിട്ടില്ല. ട്രംപ് പറഞ്ഞത് ശരിയാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല. പക്ഷേ ട്രംപ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ രാഹുൽ ഗാന്ധിയുടെ ഈ മോദി വിമർശനം? അരുൺ, അങ്ങനെ തന്നെയാണ്. ട്രംപ് നടത്തിയ അവകാശവാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്താണെങ്കിലും നരേന്ദ്രമോദിക്ക് എതിരെ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം ഇത് പറയുമ്പോൾ പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നത്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുന്നു എന്നാണ് മോദി പറഞ്ഞതായി ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഇതിൽ രൂക്ഷ ഭാഷയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇതിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത്, അതായത് രാഹുൽ ഗാന്ധി പറയുന്ന പ്രകാരമാണെങ്കിൽ മോദിക്ക് ട്രംപിനെ ഭയമാണ് എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും, അതായത് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ അവകാശവാദങ്ങളെ മോദി എതിർക്കുന്നില്ല. അത് മാത്രമല്ല, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് തീരുമാനം പ്രഖ്യാപിക്കുന്നതിനും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനും ട്രംപിന് അനുമതി നൽകി. അതോടൊപ്പം തന്നെ അവഗണന നേരിട്ടിട്ടും നിരന്തരം ട്രംപിനെ മോദി പ്രശംസിക്കുന്നു തുടങ്ങിയ വിമർശനം ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ഗാസയിൽ സമാധാന ഉച്ചകോടിയിൽ നിന്ന് മോദി വിട്ടുനിൽക്കാൻ കാരണം ട്രംപിനെ ഭയന്നിട്ടാണ് എന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുകയാണ്. അതായത് നിരന്തരം കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ ഇടപെട്ടു എന്ന് ട്രംപ് പറഞ്ഞ വാദത്തെ നിരന്തരം കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന് എതിരെ ആയുധമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിൽ വലിയ തരത്തിൽ വിമർശനം ഉന്നയിക്കുകയാണ് എന്ന നിരന്തരം വാദങ്ങൾ ഉയർത്തു. അത്തരത്തിൽ വാദങ്ങൾ ഉയർത്തുന്ന ഇടയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും ഈ ട്രംപിന്റെ പുതിയ അവകാശവാദം, പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ അത്ര തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് മോദി പറഞ്ഞതായുള്ള അവകാശവാദം എന്താണെങ്കിലും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് സൂചിപ്പിച്ച പോലെ എംബസികളൊന്നും എന്താണെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അതാണ് അതിലെ വാസ്തവം. താങ്ക് യു നോബൽ. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നത് നരേന്ദ്രമോദിയെ. കീഴടങ്ങിയോ എന്നുള്ളതാണ് ചോദ്യം. കീഴടങ്ങുമോ? ഇല്ല. ട്രംപ് പറഞ്ഞത് തള്ളാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് നമ്മളും കരുതുന്നത്. എന്നാലും കേന്ദ്ര സർക്കാർ ഇതിൽ വ്യക്തത വരുത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ കാണും ഇനി തീരുമാനം എടുത്തിട്ടുണ്ടാവുമോ? ഇല്ല.